ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എന്തിനാണെന്നറിയോ നിങ്ങൾ? ഭഗവാന്റെ നാമസങ്കീർത്തനം പാടിത്തരാൻ മാത്രമല്ല, ഭഗവാന്റെ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ ഒരു ചെറിയൊരു കഥ കൂടെ പറയാനാണ്. ഈ കഥ പലർക്കും അറിയില്ലായിരിക്കും, മിക്കവാറും അറിയില്ലായിരിക്കും. എനിക്കും അറിയില്ലായിരുന്നു. എനിക്ക് ഈ കഥ എവിടെ നിന്നാണ് മനസ്സിലായത്? എൻ്റെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, നരസിംഹക്ഷേത്രം. തൊട്ടടുത്ത് തന്നെ, തൊട്ടപ്പുറത്ത് തന്നെ. അപ്പോൾ അവിടെ ഭാഗവത സപ്താഹയജ്ഞം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആചാര്യൻ പഴയടം വാസുദേവൻ നമ്പൂതിരി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കഥ ഭാഗവതത്തിൽ വായിക്കുന്ന സമയത്ത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ കഥ എന്നുള്ളത് ഞാൻ പറയാം. ഒരു ലക്ഷ്മണന് വരദാനം കൊടുത്ത, ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് വരദാനം കൊടുത്ത ഒരു കഥയാണ്. അത് ഞാൻ പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഭഗവാന്റെ പാട്ട് തന്നെ, സങ്കീർത്തനം തന്നെ ആലപിക്കാം. എന്നതിന് ശേഷം ഞാൻ കഥ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കൂടുക, ഭഗവാനെ മനസ്സിൽ കാണുക ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ നാമസങ്കീർത്തനവും അതുപോലെ കണ്ണനും ഉണ്ട് കേട്ടോ. കണ്ണനും ശ്രീരാമചന്ദ്രനും ഒന്ന് തന്നെയാണ്. പക്ഷെ ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഉള്ള ഒരു നാമസങ്കീർത്തനമാണ്. ഇവർ രണ്ടുപേരും ഈ നാമസങ്കീർത്തനത്തിലുണ്ട്. ഞാനിത് പാടാനുള്ള കാര്യം എന്താണ്? അവസാനം ശ്രീരാമചന്ദ്രൻ്റെ ഒരു വരദാനത്തിൻ്റെ കഥ കൂടെ പറയാം. അപ്പോൾ ഭഗവാനും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു നാമസങ്കീർത്തനം തന്നെ ആവാന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിത് പാടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന പുസ്തകം ഏതാണെന്നറിയോ? സുകൃതം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ്. ഇതാണ് പുസ്തകം, സുകൃതം. അപ്പോൾ ഇതിലുള്ള പാട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് പാടിത്തരാൻ പോകുന്നത്. മധുരം ഹരിനാമം. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ, രാമ കൃഷ്ണ ഗോവിന്ദ, രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ, രാമ കൃഷ്ണ ഗോവിന്ദ. മധുരം മധുരം ഹരിനാമം, മാമകരസനയിലനു നിമിഷം, അലയായി ഉയരുമ്പോൾ ആനന്ദത്തിൻ കുളിർ ബാഷ്പം. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ, രാമ കൃഷ്ണ ഗോവിന്ദ. കണ്ണുകളിടമുറിവെന്നേ തൂകും പൂർണ്ണാനുഗ്രഹ ദിനമെങ്ങോ, അന്നാളെന്നു വരും, അന്നാളെന്നു വരും. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ, രാമ കൃഷ്ണ ഗോവിന്ദ. ലൗകിക സുഖശതലോഭങ്ങൾ ആകെയകന്നിൻ ഹൃദയാന്തം, പാവനമാകെ ഹരിനാമത്താൽ ഭാവസ്പന്ദനമേൽക്കുമ്പോൾ. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ, രാമ കൃഷ്ണ ഗോവിന്ദ. ഉളകച്ചാർത്തടി മുടിയന്മേൽ മുള പൊട്ടിയിടും ദിനമെങ്ങോ, അന്നാളെന്നു വരും, അന്നാളെന്നു വരും. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ, രാമ കൃഷ്ണ ഗോവിന്ദ. രാമ ഹരേ ജയ ഗോവിന്ദ, കൃഷ്ണ ഹരേ ജയ ഗോവിന്ദ, രാമ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ, രാമ കൃഷ്ണ ഗോവിന്ദ, രാമ കൃഷ്ണ ഗോവിന്ദ, രാമ കൃഷ്ണ ഗോവിന്ദ. അപ്പോൾ എല്ലാവർക്കും ഈ രാമകൃഷ്ണന്മാരുടെ നാമസങ്കീർത്തനം ഇഷ്ടമായോ? രണ്ടുപേരും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നാമസങ്കീർത്തനം കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ഘട്ടം കഥയിലേക്കാണ് വരാൻ പോകുന്നത്.
എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ ത്യജിച്ച കഥ. അതറിയാത്തവരായിട്ട് അങ്ങനെ ആരും ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ ത്യജിക്കാൻ ശ്രീരാമചന്ദ്രൻ ആരോടാണ് പറയുന്നത്? വനത്തിലേക്ക് ഉപേക്ഷിക്കാൻ ആരോടാ പറയുന്നത്? സാക്ഷാൽ അനന്തനായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ അനുജനായ ലക്ഷ്മണനോടാണല്ലേ വനത്തിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ എന്താ പറഞ്ഞത്? ഞാൻ ഉപേക്ഷിച്ചിട്ട് വരാന്ന് പറഞ്ഞോ ജ്യേഷ്ഠനോട്? ഇല്ല. എന്താ പറഞ്ഞത്? എന്താ ജ്യേഷ്ഠ, ഇത് ജ്യേഷ്ഠൻ തന്നെയാണോ പറയുന്നത്? അത് നമുക്ക് വാക്കുകളിലൂടെ വ്യക്തമാക്കാൻ പറ്റില്ല. അതൊന്ന് ആ ഒരു സിറ്റുവേഷൻ ഓർത്താൽ മതി. ശ്രീരാമന്റെ ഉള്ളിൽ സദാസമയവും സീതയും, സീതയുടെ ഉള്ളിൽ സദാസമയവും ശ്രീരാമനുമാണ്. അങ്ങനെയുള്ള സീതയെ ശ്രീരാമനെ ഉപേക്ഷിച്ച മരിക്കുന്നത് പോലെയാണ് ശ്രീരാമൻ തിരിച്ച് സീതയ്ക്കായാലും. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള വാക്കുകളെ ഒരിക്കലും ആരും, ലക്ഷ്മണൻ മാത്രമല്ല ആരും ശ്രീരാമചന്ദ്രന്റെ വായിൽ നിന്ന് കേൾക്കാൻ ഇടവരില്ല എന്നാണ് വിചാരിച്ചത്. വിചാരിക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു ഘട്ടം ജീവിതത്തിൽ വരുന്ന അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ത്യജിക്കാൻ പറഞ്ഞപ്പോൾ വളരെ വിഷമത്തോടുകൂടെ ലക്ഷ്മണൻ ചോദിക്കുകയുണ്ടായി, എന്താ ജ്യേഷ്ഠ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? എനിക്കൊരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ട് ഇതൊരിക്കലും കഴിയില്ല ജ്യേഷ്ഠ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഒരു വാക്ക് പറഞ്ഞു. എന്താണെന്നറിയോ? ഇത് നിന്റെ ജ്യേഷ്ഠനായിട്ടുള്ള ശ്രീരാമനല്ല പറയുന്നത്, അയോധ്യാപതി ശ്രീരാമചന്ദ്രന്റെ ആജ്ഞയാണ്. ഇത് നീ പാലിക്കണം എന്നാ പറഞ്ഞത്. പിന്നെ ലക്ഷ്മണന് തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ലക്ഷ്മണൻ അത് ശിരസാവഹിച്ച് അത് സ്വീകരിച്ച് ഹൃദയം പൊട്ടി സീതാദേവിയെ വനത്തിൽ ഉപേക്ഷിക്കാൻ ലക്ഷ്മണൻ തയ്യാറായി. പക്ഷെ ലക്ഷ്മണൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വരം ചോദിച്ചിട്ടുണ്ടായിരുന്നു ശ്രീരാമചന്ദ്രനോട്. എന്താന്ന് വെച്ചാൽ ഈ ഒരു ജന്മത്തില്, ത്രേതായുഗത്തിലെ ഈ ജന്മത്തില് ശ്രീരാമന്റെ അനുജനായിട്ടാണ് ലക്ഷ്മണൻ അവതരിച്ചതല്ലേ? അപ്പോൾ ലക്ഷ്മണൻ ചോദിക്കുക, ഇനി ഒരു ജന്മം ഉണ്ടാവുമ്പോൾ ജ്യേഷ്ഠ എനിക്ക് അങ്ങയുടെ ജ്യേഷ്ഠനായിട്ട് ജനിക്കാനുള്ള ഒരു അവസരം തരുമോ അങ്ങ്? ഇപ്പം അനുജനായത് കൊണ്ടല്ലേ അങ്ങ് പറയുന്നതൊക്കെ എനിക്ക് അനുസരിക്കേണ്ടി വരുന്നത്? തിരിച്ചൊന്നും പറയില്ല അല്ലേ? നമുക്കറിയാമല്ലോ ജ്യേഷ്ഠാനുജന്മാരായ ലക്ഷ്മണനെയും ശ്രീരാമനെയും. ശ്രീരാമൻ എന്ത് പറഞ്ഞാലും ലക്ഷ്മണൻ അത് ശിരസാവഹിക്കും അല്ലേ? അങ്ങനെ ഒരു മറുപടി പറയില്ല. പക്ഷെ ഇതിന് മറുപടി പറയാതിരിക്കാനും വയ്യ. അതുകൊണ്ടാണ് ലക്ഷ്മണൻ നെഞ്ച് പൊട്ടി ശ്രീരാമനോട് എതിർത്ത് സംസാരിച്ചത്. എന്തിനാ ജ്യേഷ്ഠ ഇങ്ങനെ ത്യജിക്കാൻ പറയുന്നത് എന്ന് ചോദിച്ചത്. അല്ലാണ്ട് ലക്ഷ്മണൻ എല്ലാ വാക്കുകളും ജ്യേഷ്ഠന് വേണ്ടി മരിക്കാൻ വരെ തുനിഞ്ഞ ആളാണ് ആര്? ലക്ഷ്മണൻ. അപ്പോൾ ആ ലക്ഷ്മണൻ ചോദിക്കുകയാണ്, ഇനി ഒരു ജന്മം വരുമ്പോൾ ഭഗവാനെ ജ്യേഷ്ഠ എനിക്ക് അങ്ങയുടെ ജ്യേഷ്ഠനായിട്ട് ജന്മം എടുക്കാനുള്ള ഒരു അവസരം തരുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങേക്ക് കേൾക്കാലോ എന്നുള്ള ഒരു ധാരണ വെച്ചിട്ടായിരിക്കാം ഈ ജന്മത്തിലെ എല്ലാം അങ്ങ് പറയുന്ന എല്ലാ കാര്യങ്ങളും ധർമ്മം ആണ്, പ്രധാനമാണ് ധർമ്മം. പക്ഷെ എല്ലാ കാര്യങ്ങളും എനിക്ക് അനുസരിക്കേണ്ടി വരുന്നു. ഇനിയൊരു ജന്മത്തിൽ ജ്യേഷ്ഠനായിട്ട് ഞാൻ ജനിച്ചാൽ അങ്ങേ ഇങ്ങനെയുള്ള ധാർമ്മികത്വത്തിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ എന്നെ കൊണ്ട് കഴിയുമോ എന്നുള്ള അങ്ങനെ എന്തൊക്കെയോ ധാരണ വെച്ചിട്ടായിരിക്കാം, അറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വരദാനം ചോദിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ അത് ലക്ഷ്മണൻ ആ വരദാനം കൊടുക്കുകയും ചെയ്തു. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അത് നീ എൻ്റെ ജ്യേഷ്ഠനായിട്ട് എന്നെ ജനിക്കുന്നതായിരിക്കുന്നത്. അങ്ങനെയാണ് ദ്വാപരയുഗത്തിലെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ ഏട്ടനായിട്ട് ബലഭദ്രസ്വാമിയായി ബലരാമൻ ജനിക്കുന്നത്. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാനിത് ആദ്യമായിട്ടാണ് കേൾക്കണ്ടായിരുന്നത്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള അമ്പലത്തിൽ ഇങ്ങനെ സപ്താഹയജ്ഞം നടക്കുമ്പോൾ. അപ്പോൾ ശരിക്കും വളരെ വിഷമമായി അത് കേട്ടപ്പോൾ. അല്ലെങ്കിൽ നമ്മൾ രാമായണം വായിക്കുമ്പോഴായാലും രാമായണത്തിലെ കഥകൾ ശ്രവിക്കുന്നതായാലും വളരെ വിഷമാണല്ലേ? എല്ലാവരും പറയും ഭഗവാന്റെ അവതാരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടാവുക ശ്രീകൃഷ്ണനാണെന്ന്. പക്ഷെ അത് ശരിയാണ്. കണ്ണന് ജനനം മുതൽ മരണം വരെ വിഷമങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ കണ്ണൻ അത് സ്വീകരിച്ച വിധം, ഒരാളെ ഓരോ വിഷമത്തെയും സന്തോഷത്തെയും എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയിരിക്കും അയാൾ തളർന്നു പോയില്ലയോ എന്നുള്ളത് അല്ലേ? അപ്പോൾ കണ്ണൻ അത് ചെറുപ്പം മുതലേ ചിരിച്ച് തള്ളുമായിരുന്നു എല്ലാ കാര്യങ്ങളും. ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ ചെറുപ്പം മുതലേ ഉള്ള എല്ലാ വേദനകളും ചിരിച്ച് തള്ളുമായിരുന്നു ചെയ്തത് അല്ലേ?
പക്ഷേ ശ്രീരാമചന്ദ്രൻ അങ്ങനെയല്ല. എൻ്റെ നോട്ടത്തിൽ കാണുകയാണെങ്കിൽ ഭഗവാന്റെ എല്ലാ ദശാവതാരങ്ങൾ കൽക്കി അവതരിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ദശാവതാരങ്ങളിൽ ഭഗവാന് ഏറ്റവും കൂടുതൽ വിഷമായിട്ടുള്ള ഒരു അവതാരം ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക ശ്രീരാമ അവതാരമായിരിക്കുന്ന. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ, ഭഗവാൻ കണ്ണൻ എല്ലാത്തിനെയും ഒരു ചെറുപുഞ്ചിരിയോടുകൂടെ നേരിട്ടിട്ടുണ്ടെങ്കിൽ ശ്രീരാമചന്ദ്രൻ വളരെ വിഷമിച്ചിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളും നേരിട്ടത്. അതിനെ എടുക്കുന്ന വിധം നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വനവാസത്തിന് പോയി ശേഷമുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിഷമമായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാം ദശരഥൻ്റെ ആയാലും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ആയാലും ലക്ഷ്മണസ്വാമിയുടെ ആയാലും ഭരതസ്വാമിയുടെ ആയാലും ശത്രുഘ്നസ്വാമിയുടെ ആയാലും സീതാദേവിയുടെ ആയാലും ഊർമിളാദേവിയുടെ ആയാലും എല്ലാവരുടെയും വളരെ വളരെ വിഷമമായിട്ടുള്ള ഒരു കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ഒരു ഭഗവാന്റെ ഒരു പാട്ട് പാടിയിട്ട് തന്നെ ആവാം അങ്ങനെ പറയില്ലെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു സങ്കീർത്തനത്തിലൂടെ ഈ കഥ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും ഇങ്ങനെയുള്ള കഥകൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഒരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നാമസങ്കീർത്തനങ്ങളൊക്കെ പാടി ഭഗവാനെ സമർപ്പിക്കുക. പിന്നെ ഇപ്പോൾ ഒരു നരസിംഹത്തിൻ്റെ മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടല്ലേ, നിങ്ങൾ കണ്ടോ? അത് ഡമോ എല്ലാവരും പറയുന്നത് കേട്ട് തന്നെ കാണണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ട്. നിങ്ങൾ പോയി കാണണം കേട്ടോ. ഭഗവാനെ നേരിട്ട് കണ്ട പ്രതീതി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. കാരണം 3D അല്ലേ, 3D വെക്കുമ്പോൾ ഭഗവാൻ തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീതിയാണ് പോലും. കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് കാണാൻ സാധിക്കട്ടെ, നിങ്ങൾക്കും അത് കാണാൻ സാധിക്കട്ടെ. തീർച്ചയായിട്ടും പറ്റുന്നവർ കാണാൻ തീർച്ചയായിട്ടും പോകണം കേട്ടോ. മഹാവതാർ നരസിംഹ, പ്രഹ്ലാദൻ്റെയും നാരായണസ്വാമിയുടെ നരസിംഹാവതാരം എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമാണ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുന്നിൽ നരസിംഹസ്വാമിയാണ്. അവിടെ ഞാൻ സോപാന സംഗീതമൊക്കെ പാടാൻ പോകുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വല്ലാണ്ട് ആഗ്രഹമുണ്ട്. ഭക്തന്മാർക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, ഭഗവാനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും അങ്ങനെയുള്ള സിനിമ കാണണം എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഞാനിങ്ങനെ എൻ്റെ അമ്പലത്തിനെയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കാണണം കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും വലിയ ആഗ്രഹമുണ്ട്. അത് നടക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. ജയ ശ്രീ രാധേ രാധേ.